ഹായ് ഫ്രണ്ട്സ്, ബിൻസ് ഹോം ആൻഡ് ഗാർഡനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ടയർ വെട്ടുന്ന കാണിക്കാനാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ടയർ ചട്ടി കാണിച്ചില്ലേ, അത് വെട്ടുന്നത് കാണിക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ആദ്യം ഒരു ചോക്ക് വെച്ച് വരച്ച് വെക്കണം. വരച്ച് വെച്ച് കഴിഞ്ഞിട്ട് ആ വരയുടെ കറക്റ്റ് അവിടെ വെച്ച് തന്നെ വെട്ടണം. ഇങ്ങനെയാണ് വെട്ടുന്നത്. നമ്മൾ ആ വരച്ചിടം ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. വെട്ടിക്കൊടുത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ പകുതി വെട്ടി. ഇത് ഉളി വെച്ചാണ് വെട്ടേണ്ടത്. നമ്മുടെ കയ്യിൽ ഉളിയൊന്നുമില്ല. നമ്മൾ ഇതുണ്ട് ഈ പിച്ചാത്തി വെച്ചാണ്, ഇത്തിരി കത്തി വെച്ചാണ് വെട്ടി എടുക്കുന്നത്. വെട്ടുന്നതുണ്ട് ഇങ്ങനെയാണ്. ആ കത്തി ഒരു തുണി കൂട്ടി പിടിച്ച് വേണം പിടിക്കാനല്ലേ നമ്മുടെ കൈ മുറി. ഇത് വെട്ടാൻ ഇച്ചിരി പ്രയാസമാണ്, നല്ല പ്രയാസമുണ്ട് വെട്ടാൻ. ഇതിൻ്റെ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഈ സൈഡിൽ കമ്പിയുണ്ട്. ആ കമ്പിയുടെ ഇടോട്ട് പോകാതെ വേണം വെട്ടാൻ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ ബീജാനാണ് വെട്ടിത്തരുന്നത്. ഈ ടയർ തരുന്നത് മർത്തോമ ഹോസ്പിറ്റലിൻ്റെ താഴെയുള്ള തൈക്കൂട്ടത്തിൽ ഷിബിജാനാണ്. ഷിബിജാൻ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഷിബിജാനാണ് ഞങ്ങൾക്ക് ഈ ടയറൊക്കെ തരുന്നത് വെട്ടാൻ വേണ്ടി. നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഷിബിജാൻ. ഇത് വെട്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. ഇത് വെട്ടിക്കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും. ഇനി ഇത് കാലും കൊണ്ട് ചവിട്ടി വേണം തിരിച്ചിടാൻ. ഇങ്ങനെയാണ് ഇത് തിരിച്ചിടുന്നത്. ഇത് ചവിട്ടി പിടിച്ചിട്ട് കയ്യും കാലും ഒരു കാലും കൊണ്ട് ചവിട്ടി പിടിക്കണം. എന്നിട്ടിങ്ങനെ തിരിച്ചിടണം. ഇതിപ്പോൾ ചെറിയ ടയറായതുകൊണ്ട് കുഴപ്പമില്ല, എളുപ്പം തിരിയും. വലിയ ടയറാണെങ്കിൽ തിരിയാൻ ഭയങ്കര പാടാണ്. വേണ്ടേ, തിരിച്ചിട്ടപ്പോൾ ഇങ്ങനെയാണ് ഈ ഷേപ്പായി. ഇനി ഇതിന് പെയിൻ്റ് അടിക്കണം. ഇതിങ്ങനെയാണ് വെക്കുന്നത്. ഇതിൻ്റെ ഈ വെട്ടിയ ഭാഗം അടി വെക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഈ ടയർ ചട്ടി വെക്കും. നല്ല ഭംഗിയായിരിക്കും. എവിടെയെങ്കിലും കളരം ഉള്ളിടത്ത് വെക്കണം, അന്നേരമേ ഭംഗി അറിയത്തുള്ളൂ. മണ്ണിനകത്തിരിക്കുമ്പോൾ അതിൻ്റെ ഭംഗി അറിയത്തില്ല. ഈ ടയർ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്തിലോട്ട് സിമെൻറ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. ഒരു ചാക്ക് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക്കോ ചാക്കോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് സിമെൻറ്റ് വാരി നമുക്ക് ഇടാം. ഇത് പാറപ്പൊടി സിമെൻറ്റും വിറ്റലും കൂടെ മിക്സ് ചെയ്തതാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാമേ. സിമെൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു ഹോളിന് വേണ്ടി 2-3 കമ്പ് കുത്തി കൊടുക്കാമേ. അങ്ങനെ നമ്മൾ 2 റെഡിയാക്കിയിട്ടുണ്ട്. ഒത്തിരി കട്ടിക്ക് സിമെൻറ്റ് ഇട്ടിട്ടില്ല. എടുത്തുകൊണ്ട് നടക്കണമെങ്കിൽ ഭയങ്കര വെയിറ്റ് ആകും. അതുകൊണ്ട് കുറച്ച് കനത്തിനേ ഇട്ടിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിനകത്ത് ഇന്ന് വെള്ളം ഒഴിച്ചിടുവാണേ. ഒരു ദിവസം മുഴുവനും വെള്ളം ഒഴിച്ചിടണം. ഒരു ദിവസമോ 2 ദിവസമോ വെള്ളം ഒഴിച്ചിട്ടാലും കുഴപ്പമില്ല. ആ കമ്പ് വെച്ചേക്കുന്നതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന ലീക്കാവുന്നൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.